ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ അടുക്കളയിൽ നിന്നൊരു തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്താണ് ഞാൻ പഠിപ്പീരൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ അവിടെ ഇരുത്തി വെച്ച് ഞാൻ അടുക്കളയിലോട്ട് പോയി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ എന്നിട്ട് ക്യാപ്സിക്ക കരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇച്ചാനാണ് പരിപാടി കേട്ടോ. അവിടെ ഉണ്ട് ക്യാപ്സിക്ക കരിഞ്ഞു വെച്ചിരിക്കുന്നു, അതിൻ്റെ കൂടെ സോസ് ഉണ്ടാക്കുന്നു, അപ്പുറത്തെ പ്ലേറ്റിൽ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നു. എന്തൊക്കെയോ പരിപാടിയാണ്. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി എന്താണെന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതാ ഓവനകത്ത് ഡിഷ് എടുത്തിട്ട് അതിനകത്ത് എണ്ണയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. കുറച്ച് മാവൊക്കെ നേരത്തെ കുഴച്ച് ഉരുട്ടി പരത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നേരെ വേഗം ആ ഡിഷിനകത്തോട്ടിട്ട് പരത്തി അട്ട പരത്തണമാരെ ഇങ്ങോട്ട് പരത്താൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അത് ഡിഷിനകത്ത് ഫുള്ളായിട്ട് അങ്ങ് പരത്തി. അന്നേരം രണ്ട് പിള്ളേർ വരുന്നു. പിള്ളേർക്ക് ഇതെന്താ, പിള്ളേർക്ക് ചിക്കനൊക്കെ വറുത്ത് കണ്ടപ്പോൾ അവർ വെറുതെ ഇരിക്കുമോ, അവരോരോന്ന് പെറുക്കി വായിലിടാൻ തുടങ്ങി കേട്ടോ. എന്നാണെങ്കിലും പിള്ളേരല്ലേ, അവർ തിന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിലും ഡിഷിനകത്ത് ഫുള്ളായിട്ട് മൈദയാണ് കേട്ടോ കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടിക്കാണ്. പിടികിട്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് അച്ഛൻ അവിടെ ഉണ്ടാക്കി വെച്ച സോസാണ് പരത്തുന്നത്. ഈ സോസ് എടുത്തിട്ട് അതിനുള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, അയ്യോ ഫോർക്ക് കൊണ്ട് കുത്തിയില്ലല്ലോ. ഫോർക്ക് കൊണ്ട് കുത്തിയില്ലെങ്കിൽ അത് വല്ലാണ്ട് പൊങ്ങി ഇങ്ങ് വരും. അപ്പം സോസ് ഇട്ടതിന് ശേഷമാണ് ഫോർക്ക് കൊണ്ട് കുത്തുന്നത്. മനുഷ്യൻ്റെ കാര്യമില്ലേ, ഇടയ്ക്ക് മറവിയൊക്കെ സംഭവിക്കുമല്ലോ അല്ലേ. അങ്ങനെ ഫോർക്കും കൊണ്ടുള്ള പരാക്രമണമൊക്കെ കഴിഞ്ഞ് വീണ്ടും സോസ് എടുത്തു. അങ്ങനെ സോസ് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞത് നമ്മുടെ ചീസ് കൂട്ടനെ എടുത്തു കേട്ടോ. പിന്നെ ചീസ് അങ്ങോട്ട് ജഗപൊക അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടാൻ തുടങ്ങി കേട്ടോ. പിള്ളേർക്ക് ചീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടു. ആ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചീസൊക്കെ പിള്ളേർ അവിടെ നിന്ന് മാന്തി പറിച്ചൊക്കെ തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വഴക്ക് പറയാനും പോയി കേട്ടോ. ഈ വീഡിയോ പിടിക്കണം, അതിൻ്റെ ഇടയ്ക്ക് വഴക്ക് പറയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ മുകളിലോട്ട് പിന്നെ ഇച്ചാൻ അവിടെ ക്യാപ്സിക്കം എല്ലാം കൂടെ തപ്പൂക്കൾ ഇടുന്ന മാതിരി ഇങ്ങനെ നേരത്തെ ഇടുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമൊക്കെ ആയി വരുന്നുണ്ട് അല്ലേ. അവസാനം അമ്മ എന്താവുമോ എന്തോ, ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ആ ക്യാപ്സിക്കത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. അതിൻ്റെ പുറത്തിട്ട് ചിക്കൻ കണ്ടപ്പോൾ ചിക്കൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു അവരുടെ സംശയങ്ങൾ. അങ്ങനെ അതും കൂടെ ഫുള്ളായിട്ട് അങ്ങ് ഇട്ടോ. ചിക്കനൊക്കെ നല്ല ലാവിഷായിട്ട് തന്നെ അങ്ങ് ഇട്ടു കേട്ടോ. അങ്ങനെ ഒട്ടും കുറവുണ്ട്. പിള്ളേർക്കൊക്കെ തിന്നാൻ ഇഷ്ടം വേണമെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ അധികം വേണമല്ലോ. ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെയും കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം നിറച്ചങ്ങ് ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് നമ്മുടെ ഓവനകത്തോട്ട് കയറ്റി. അപ്പോഴാണ് ഓർത്തത് ഓർഗാനോ ഇട്ടില്ലെന്ന്. പിന്നെ പുറത്തു നിന്നുകൊണ്ട് ഓവനിനകത്തോട്ട് എയറായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ നമ്മൾ കാത്തിരിപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടോ. സാധാരണ എല്ലാവരും റൗണ്ടിലാണ് ഉണ്ടാകുക. പിള്ളേർ പറയുന്നുണ്ട് റൗണ്ടിലല്ലേ പിസ്സ ഇരിക്കുന്നത്, പിന്നെ ഇതെന്താണ് ചതുരത്തിലിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഡിഷ് കണക്കാക്കി നമ്മളങ്ങ് ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അറിയത്തില്ലാണ്ടായി. പിന്നെ ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ചീസൊന്നും അത്ര അങ്ങ് മെൽറ്റായിട്ടില്ല, ജസ്റ്റ് ഡ്രൈ ആയിപ്പോയി. ആ ചീസിൻ്റെ പ്രോബ്ലം ആണോ എന്ന് സംശയമുണ്ട്. എന്നാലും അടിയിലിട്ടൊക്കെ മെൽറ്റായിട്ടുണ്ട്. അതിന് മുകളത്ത് മാത്രം അത്ര മെൽറ്റായിട്ടില്ലായിരുന്നു. പിന്നെ ചട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കട്ട് ചെയ്ത് പിള്ളേരാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്ത് പിള്ളേർക്ക് ഓരോ പ്ലേറ്റിനകത്തൊക്കെ ആക്കി വെച്ച് അവർക്ക് കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. നോക്കിയിരുന്ന് ചോദിച്ച് അവരും എടുത്തതല്ലേ. അങ്ങനെ അവർക്ക് ആദ്യം തന്നെ അവർക്ക് കൊടുത്തു. അവരതും കൂടെ നേരെ ടി വിയുടെ മുന്നിൽ പോയിരുന്ന് തീറ്റയാണ് കേട്ടോ. ഞാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സൂപ്പറായിരുന്നു അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ എന്തോ, എന്നാണേലും അവർ തിന്നു. അപ്പോൾ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.